സാർ എന്ത് വേണം? ഗീത നിങ്ങളാണോ? എന്റെ മകളാ. മാൾക്കവരെ തന്നു കയറുന്നത് എന്തിനാ? അവള് പുറത്തുണ്ട്. എങ്കിൽ വിളിക്കണം. മോളെ ഇരിക്കൂ. നിങ്ങൾ ഇരിക്കുന്നേ. സ്റ്റെനോയായിട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി നോക്കിയിട്ടുണ്ടോ? ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണ് സർ. മനസ്സിലായി. PSCയുടെ സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പ് വല്ല പ്രൈവറ്റ് കമ്പനികളിലും? അങ്ങനെയൊന്നും ഇല്ല സർ. അപ്പോൾ എനിക്കുള്ള തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. ഇല്ല സർ, സാറിന് തലവേദന അറിയാം. എന്റെ മകളായതുകൊണ്ട് പറയാല്ലേ സർ. അവളെ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും അന്തസ്സോടും കൂടി തന്നെയാ ഞാൻ വളർത്തിയത്. അടക്കോ ഒതുക്കോ അന്തസ്സുള്ള ഒരു മകളല്ല ഇവിടെ ആവശ്യം. ജോലി അറിയാവുന്ന സ്റ്റെനോഗ്രാഫറെയാണ്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? അതെ അതെ. നിങ്ങളോടല്ലേ ചോദിച്ചേ? ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം സർ. ആ സൂപ്രണ്ട് ഗോപാലൻ നായരോട് ഇങ്ങോട്ട് വരാൻ പറയും. സാറേ, സാറ് വിളിക്കുന്നു. സാർ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. സ്റ്റെനോ കം ടൈപ്പിസ്റ്റ്. അവരുടെ സീറ്റ് കാണിച്ചു കൊടുക്കാം. വരണം. എന്റെ പേര് പറഞ്ഞില്ലല്ലോ. അച്യുതൻ നായർ. കൊള്ളാം, ബെസ്റ്റ് പേര്. പോണം. ഇതാണ് നിങ്ങളുടെ സീറ്റ്. സാറിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല. എഗ്രിമെന്റ് സമ്മതിച്ചുള്ള പ്രകാരം പണിത് പൂർത്തിയാക്കുന്ന പാലത്തിന് മാത്രമേ ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. ഇതും അങ്ങനെ നടക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പണിത് പൂർത്തിയാക്കിയിരിക്കുന്ന പാലം പൊളിക്കണമെന്നർത്ഥം. അതൊരു സൽകൃത്യമായിരിക്കും. ആളുകളും വണ്ടിയും പാലവും കൂടി നദി വീഴുന്നതിനേക്കാൾ എത്രയോ നല്ലൊരു കാര്യമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇന്നിനി ഇതിനെക്കുറിച്ച് ഒന്നും ഇവിടെ വെച്ച് സംസാരിക്കണ്ട. ഇനി ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. അത് വേണോ? വേണം. ബുദ്ധിമുട്ടാവും? ഇല്ല സാർ. നിനക്കെന്താ ജോലി? പശുക്കറവയാ. ചുമ്മാതല്ല ചക്കൂറ്റി പോലിരിക്കുന്നത്. നീ? ഞാൻ പാചകക്കാരിയാ. നിങ്ങളോ? തോപ്പുകാരിയാന്നേ. നിങ്ങൾക്ക് എന്തിനാ ശമ്പളം മേടിക്കുന്നത്? ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നത് കുറ്റകരമാണ്. എന്ത് ജോലി ചെയ്താലും അതിൻ്റെതായ അടുക്കും ചിട്ടയും വെടുപ്പും കൂടിയേ തീരൂ. ഇതെന്താ അടുക്കളോ പശുത്തൊഴുത്തോ? മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? പക്ഷെ ഞാനിതൊന്നും സമ്മതിച്ചു തരില്ല. ഓരോന്നും വെക്കേണ്ട അടുത്ത് വെച്ച് തറയും തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഇനി ഇവിടെ ആഹാരം വെച്ചാൽ മതി. മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായേ. തുടങ്ങിക്കോ. വേഗം വേണം. ഞാൻ പോയിട്ട് വീണ്ടും വരും. ശമ്പളം തരുന്നവര് ഭരിച്ചാ പോരെ, വരവുകാരും ഭരിക്കണോ? പുള്ളിക്കാരി ഒത്തിരി പേരെ തൂക്കി കൊന്നിട്ടുണ്ടെന്നാ പറയുന്നേ. അതുകൊണ്ട് വട്ടിളകിയതായിരിക്കും. നമ്മളത് തൂക്കി കൊല്ലുവോ? എന്റെ രാജലക്ഷ്മി അമ്മേ, ഇത്രയും അശുദ്ധ പാടില്ല. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? പൂജാമുറി. ഏതാ തമ്പി? അല്ല, അടുക്കള. വീട്ടിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമാണത്. ആ സ്ഥലം ഇങ്ങനെ ഇട്ടിരുന്നാൽ മനുഷ്യർക്ക് രോഗം ഉണ്ടാവില്ലേ? തമ്പി, നിങ്ങളല്ലേ ഈ വീട്ടിലെ ഗ്രഹനാഥൻ? അതെ. പിന്നെന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? വല്ലപ്പോഴും കൂടെ നിങ്ങളൊന്ന് അടുക്കളയിൽ ചെന്ന് നോക്കണം. ഈ ദിവസവും 3 തവണ നോക്കിയേക്കാം. എല്ലാത്തിനും ഒരു മേൽനോട്ടം വേണം. അതില്ലാത്താണ് ഇവിടുത്തെ കുഴപ്പം. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഈ സ്ത്രീക്ക് എന്തിന്റെ സുഖടാ? അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയില്ലേ രാജലക്ഷ്മി? അതുകൊണ്ടുള്ള സുഖക്കേടാ. സുഖക്കേടിന്റെ പേര് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇത് കുറെ കൂടുതലാ. നിവർത്തിയില്ലാതെ വന്നാൽ ഞാൻ എന്റെ തനി സ്വരൂപം കാണിക്കും കേട്ടോ. അയ്യോ, അത് വേണ്ട രാജലക്ഷ്മി. നിന്റെ തനി സ്വരൂപം ഞാൻ കണ്ടാ പോരെ. അവരെന്തിനാ കാണിക്കുന്നത്? വെക്കേഷൻ തീരുന്നവരെ നീ ഒന്ന് ക്ഷമിച്ചുകളാ. അത് കഴിഞ്ഞാൽ അവര് വെക്കൊള്ളുമല്ലോ. അതുകൊണ്ടാ ഞാനും അടങ്ങുന്നത്. പോട്ടെ, വിട്ടുകളാ.
ഒരു വല്ലാത്ത സ്വഭാവം. ചെറുപ്പത്തിൻ്റെതാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? നല്ല സ്നേഹമുള്ള പയ്യനാണല്ലോ, ഒരഹങ്കാരവുമില്ല. എന്തോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. അതെന്തോ ആട്ടെ. ഒരു പാവപ്പെട്ട അധ്യാപകനെ കൊണ്ട് കഴിയാവുന്നത് പോലൊക്കെ ഇവളെ പഠിപ്പിച്ചു. എവിടെങ്കിലും കല്യാണം കഴിച്ച് അയക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇവൾക്കാണെങ്കിലോ ഉദ്യോഗം കിട്ടിയിട്ട് കല്യാണം മതിയെന്നാ. എന്നാ അങ്ങനെ ആകട്ടെ ഇത് വെച്ചു. അതേതായാലും നന്നായി. ഉദ്യോഗമുള്ള പെൺകുട്ടികൾക്ക് നല്ല നല്ല കല്യാണ ആലോചനകൾ താനേ വന്നുകൊള്ളും. ചേച്ചി, ഇന്നുവരെ ഇവൾ എന്റെ കൂട്ടത്തിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ ചേച്ചി ഏൽപ്പിച്ചിട്ട് പോവാണ്. അത് ഇത്രയുമൊക്കെ പറയണോ? എന്റെ സ്വന്തം സഹോദരന്റെ മകൾ എന്റെ മകളെ പോലെയല്ലേ? നീ ധൈര്യമായി പൊയ്ക്കോ, അവളെ ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പോഴേ പോയാൽ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താം. നാളെ പോയാ പോരേടാ. അയ്യോ, അത് പോരാ ചേച്ചി. പെൻഷൻ ആയെങ്കിലും വെറുതെ ഇരിക്കാൻ വയ്യ. കുറെ നല്ല വീടുകളിൽ ട്യൂഷനുണ്ട്. ഇന്ന് വരെ മുടക്കം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോണം ചേച്ചി. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മോളെ, കൂടെ കൂടെ കത്തെഴുതാൻ മറക്കരുത്. അച്ഛൻ വീട്ടിലെത്തിയാൽ ഉടനെ കത്തെഴുതണം. അത് പിന്നെ പറയണോ? വരട്ടെ ചേച്ചി. നിങ്ങളെപ്പോലുള്ള എഞ്ചിനീയർമാർ ഞങ്ങളെപ്പോലുള്ള കോൺട്രാക്ടർമാരെ ഇങ്ങനെ ശത്രുക്കളായിട്ട് കാണരുത്. ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇനി ഇവരിങ്ങനെ സംസാരിച്ചു തീറ്റിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞേക്ക്, അതുപോലെ ചെയ്തേക്കാം. ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ എത്ര രൂപ തരണം? സാറ് തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കണം. എഴുന്നേക്കണം മിസ്റ്റർ. എന്റെ പേര് ബാലകൃഷ്ണൻ. രാജ്യം നശിച്ചാലും ജനങ്ങൾ മരിച്ചാലും പണം മാത്രം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ഒരു എഞ്ചിനീയർ ഞാൻ. അങ്ങനെയുള്ള മഹാന്മാരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചത് ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പോകാം. പക്ഷേ സാറ് തന്നെ സർട്ടിഫിക്കറ്റ് എന്റെ ഓഫീസിൽ കൊണ്ട് തരും. അതിന്റെ സൂത്രം എനിക്ക് മനസ്സിലായില്ലല്ലോ. മന്ത്രവാദമോ മാജിക്കോ? അത് കാണുമ്പോ മനസ്സിലായിക്കോളൂ. നിങ്ങൾ പണക്കാരനാണല്ലോ. പോരെങ്കിൽ മന്ത്രിതലത്തിൽ സ്വാധീനമുണ്ട്. ഈ ചെറിയ കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാ കരുതിയിരുന്നത്. അവർ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു പാലത്തിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഴുതി തരാതെ ഉദ്യോഗത്തിൽ തുടരാൻ നിവൃത്തിയില്ലെന്ന് വന്നാൽ എന്റെ ഉദ്യോഗം തന്നെ മുഖത്തെ ഞാൻ വലിച്ചെറിയും. എന്നാൽ ധരിക്കാൻ സർട്ടിഫിക്കറ്റ് അല്ല. അണ്ടർസ്റ്റാൻഡ്? ഗെറ്റ് ഔട്ട്.